തെരഞ്ഞെടുപ്പുകളിൽ ടൈം വ്യവസ്ഥ പാലിക്കാത്ത നേതാക്കൾക്കെതിരെ മുസ്ലിം ലീഗ് പ്രവർത്തക സമിതിയിൽ രൂക്ഷമായ വിമർശനം. സീറ്റ് വേണമെന്ന് നിർബന്ധം പിടിക്കുന്നവരെ ക്ലീൻ ബൗൾഡ് ആക്കണം. കുഞ്ഞാലിക്കുട്ടി ഒഴികെ മുഴുവൻ പേരും മാറട്ടെ എന്നാണ് ആവശ്യം. 24 പ്രൈം ടൈം ബ്രേക്കിംഗ്. നിഖിൽ പ്രമേഷാണ് വാർത്തകളും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് രൂക്ഷമായൊരു പ്രതികരണമാണ്, രൂക്ഷമായൊരു മാറ്റത്തിന്റെ സൂചനയാണ്. അതടക്കം ഈ പറയുന്ന സീറ്റുകൾ വെച്ചു മാറുന്നതടക്കം കൂടുതൽ സീറ്റുകൾ ചോദിക്കുന്നതിലടക്കം എന്തൊക്കെ ചർച്ചകൾ അവിടെ ഉണ്ടായി നിഖിൽ? ഹഷ്മി, ഗുഡ് ഈവനിങ്. ഇന്നത്തെ കോഴിക്കോട് വെച്ച് ചേർന്ന പ്രവർത്തക സമിതി യോഗത്തിലാണ് ഈ തുടർച്ചയായ ഒരേ സീറ്റിൽ തുടരണമെന്ന് ആഗ്രഹിക്കുന്ന താപ്പാനകൾക്കെതിരെ അതിരൂക്ഷമായിട്ടുള്ള വിമർശനം. അതായത് അവരെ ക്ലീൻ ബൗൾഡ് ആക്കി മാറ്റണം എന്നാണ് മലപ്പുറത്തെ ഒരു മുതിർന്ന നേതാവ് ആവശ്യപ്പെട്ടത്. താൻ തന്നെ ഒരേ ഇടത്ത് തുടരണമെന്ന അഹങ്കാരമുള്ള ആളുകളെ മാറ്റി നിർത്തണം, അവർക്ക് ഇത്തവണ അവസരം നൽകരുത്. ഇത്തവണ സ്വാഭാവികമായിട്ട് ഒരു മുന്നണി വിപുലീകരണമൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ കോൺഗ്രസിന്റെ മാത്രമല്ല ലീഗിന്റെയും സീറ്റുകൾ കുറയും. അപ്പോൾ സ്വാഭാവികമായിട്ടും കഴിഞ്ഞ തവണ മത്സരിച്ച് അത്രയും സീറ്റുകൾ തന്നെ ലഭിക്കണമെന്നില്ല. അപ്പോൾ പുതിയ ആളുകൾക്ക് അവസരം കിട്ടണമെങ്കിൽ സ്വാഭാവികമായിട്ടും രണ്ടും മൂന്നും ടേമൊക്കെ മത്സരിച്ച ആളുകൾ മാറി നിൽക്കേണ്ടി വരും എന്നുള്ള കാര്യം കൂടി ഇന്നത്തെ യോഗത്തിൽ ഒരു അഭിപ്രായമായി ഉയർന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വിജയം മാതൃകയാക്കി പരമാവധി പുതുമുഖങ്ങളെ കൊണ്ടുവരാൻ ശ്രമിക്കണമെന്ന അഭിപ്രായം ഉയർന്നു. ഈ പാർട്ടിയെ നയിക്കുന്ന കുഞ്ഞാലിക്കുട്ടി ഒഴികെ മറ്റാർക്കും ഇളവ് നൽകേണ്ടതില്ല എന്നൊരു നേതാവ് കടത്തി പറഞ്ഞു. അത് എത്രത്തോളം സാധ്യമാകുമെന്നുള്ള കാര്യത്തിൽ വ്യക്തത കുറവുണ്ടെങ്കിലും അങ്ങനെ മതിയാകും എന്നൊരു വിഭാഗം പറഞ്ഞു. CPIയെ മാതൃകയാക്കാം, അതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ ടേം വ്യവസ്ഥ പാലിക്കുന്നതിൽ CPIയെ നമ്മൾ മാതൃകയാക്കണമെന്ന് ഒരു നേതാവ് യോഗത്തിൽ അഭിപ്രായം ഉന്നയിച്ചു. 2ഉം 3ഉം ടേം പൂർത്തിയാവുന്നവർ വഴിമാറി കൊടുക്കുന്നതാണ് നല്ലത്. പുതുമുഖങ്ങൾക്ക് അവസരം കിട്ടാൻ നിലവിലുള്ളവർ മാറണം. ഇത്തരത്തിലുള്ള ഒരു അഭിപ്രായം ഉയരുമ്പോൾ തന്നെ പ്രധാനമായും ഇന്നത്തെ യോഗത്തിൽ ഉയർന്നു വന്ന മറ്റൊരു കാര്യമാണ് സ്ട്രൈക്ക് റേറ്റ് പരിഗണിക്കണമെന്നുള്ളത്. UDFൽ കൂടുതൽ സീറ്റ് ആവശ്യപ്പെടാൻ മുസ്ലിം ലീഗ് ഇതിനോടകം തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെ കൂടുതൽ സീറ്റ് ആവശ്യപ്പെടുമ്പോൾ അത് വിജയ സാധ്യതയുള്ള സീറ്റാണോ എന്ന് പരിശോധിക്കണമെന്നും ഇന്നത്തെ യോഗത്തിൽ അഭിപ്രായം ഉയർന്നു. കിട്ടുന്ന എല്ലാ സീറ്റിലും മുസ്ലിം ലീഗ് മത്സരിക്കുകയല്ല വേണ്ടത്. അതായത് വിജയ സാധ്യത നന്നേ കുറവുള്ള സീറ്റാണെങ്കിൽ അവിടെ ലീഗ് മത്സരിക്കേണ്ടതില്ല എന്നുള്ള അഭിപ്രായം കൂടി ഇന്നത്തെ യോഗത്തിൽ ഉയർന്നു. കോൺഗ്രസിന് വിജയ സാധ്യതയുള്ള സീറ്റ് ഉണ്ടെങ്കിൽ അത് കോൺഗ്രസിന് ലീഗ് വിട്ടു നൽകണം. ലീഗിന് വിജയ സാധ്യതയുള്ള സീറ്റാണെങ്കിൽ അത് ലീഗിന് കോൺഗ്രസ് വിട്ടു നൽകണം. അത്തരത്തിലുള്ളൊരു സമന്വയത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരണമെന്നും ഇന്നത്തെ യോഗത്തിൽ അഭിപ്രായം ഉയർന്നു. എന്തായാലും ലീഗ് അരയും തലയും മുറക്കി കേരളത്തിലെ ഏറ്റവും സ്ട്രൈക്ക് റേറ്റ് ഉള്ള പാർട്ടിയായി മാറാൻ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് തയ്യാറെടുക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ യോഗത്തിന്റെ ഒരു ആകത്തുക. ഹാഷ്മി, കാസർഗോഡ് എന്നെ നെല്ലിക്കുന്നുണ്ട്, ഏറനാട് PK ബഷീറുണ്ട്, P ഉബൈദുള്ള മലപ്പുറത്തുണ്ട്, മങ്കടയുണ്ട്, ഈ പറയുന്ന മണ്ണാർക്കാട് ശംസുദ്ദീൻ അടക്കമുള്ളവരുണ്ട്. ഈ പറയുന്ന ടേം വ്യവസ്ഥ 3 ടേം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ നേരത്തെ കേട്ടതാണ്. 3 ടേം അല്ലെങ്കിൽ അടുപ്പിച്ച് 3 MLA ആയവർ മാറി നിൽക്കണം എന്നൊക്കെയുള്ള ടേം വ്യവസ്ഥ. അങ്ങനെയാണെങ്കിൽ ഒഴിവാക്കപ്പെടുന്നവരിൽ പ്രമുഖന്മാരുടെ നീണ്ട നിരയുണ്ട്. എത്രത്തോളം പ്രാക്ടിക്കൽ ആകുമെന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.